കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജെറുക്കയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാൻ ഇരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് സക്കേവൂസ് എന്ന വ്യക്തി യേശുവിനെ അനുഭവിച്ചു കഴിയുമ്പോൾ രക്ഷ പ്രാപിച്ച സക്കേവൂസിനെയും കാണാം. സക്കേവൂസ് എന്ന വ്യക്തിയിൽ ബൈബിളിൽ കാണുന്നത് അവൻ പാപിയായിരുന്നു എന്നാണ്. കാരണം യേശു അവൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ളവർ പെറുപെറുത്തത് എങ്ങനെയാണ്, ഒരു പാപിയുടെ ഭവനത്തിലേക്ക് പോവുകയാണോ എന്നാണ്. അപ്പോൾ അവൻ്റെ ചുറ്റുപാടുള്ള അറിയപ്പെട്ടിരുന്നത് പാപി, കുറ്റം ചെയ്യുന്നവൻ, കുറ്റവാളി, വഞ്ചകൻ എന്നുള്ള എല്ലാ തരത്തിലുള്ള അവന് പേരുകളും പേരുദോഷങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തിലേക്കാണ് യേശു കടന്നു ചെല്ലുന്നത്. ഇവിടെ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ മാറ്റത്തിന് എല്ലാം തുടക്കമുണ്ടായത് തൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം ഇതായിരുന്നു, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ഇവിടെ പറയുന്നു അവൻ ധനികനായിരുന്നു, ആവശ്യത്തിന് പണമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചുങ്കക്കാരിൽ പ്രധാനനുമായിരുന്നു, അതായത് സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നു. അപ്പം സ്ഥാനമാനങ്ങളും സമ്പത്തും ഉണ്ടായിട്ടും തൻ്റെ ജീവിതത്തിൽ എന്തോ കുറവുകളുണ്ട് എന്ന് മനസ്സിലാക്കിയ സക്കേവൂസ് യേശുവിനെ കാണണം എന്ന് മനസ്സിലാക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കും പല കാര്യങ്ങളും ജീവിതത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിലും എന്തോ വലിയൊരു കുറവ് അല്ലെങ്കിൽ എന്തിൻ്റെയോ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ നന്മയുടെ പാതയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല, കുമ്പസാരിച്ചിട്ട് കുറച്ച് നാളായി, ഇന്നൊന്ന് കുമ്പസാരിച്ചേക്കാം, അല്ലെങ്കിൽ നാളെ ഒന്ന് കുമ്പസാരിച്ചേക്കാം. അതൊക്കെ ആത്മാവിൻ്റെ ഒരു പ്രചോദനമാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ജപമാല ചൊല്ലിയില്ലല്ലോ, കുറച്ച് നേരം ഇരുന്ന് ജപമാല ചൊല്ലട്ടെ, അല്ലെങ്കിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കട്ടെ. ഇങ്ങനെയുള്ള നന്മപ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് എപ്പോഴും നമ്മളെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കാറുണ്ട്. ആ പ്രചോദനം ഉൾക്കൊള്ളുന്നത് എപ്പോഴും നന്മയിലേക്കാണ് നയിക്കുന്നത്. ഇനി രണ്ടാമതായി സക്കേവൂസ് ചെയ്തത് ഈ ആഗ്രഹം പിടിച്ച് അവിടെ ഇരുന്നില്ല. അത് രണ്ടാമത്തെ സ്റ്റെപ്പായത് പരിശ്രമിച്ചു. തടസ്സങ്ങളുണ്ടായിരുന്നു, പൊക്കം കുറവായിരുന്നു സക്കേവൂസ്. പക്ഷേ യേശുവിനെ കാണണമെന്നുള്ള വലിയ ആഗ്രഹം തൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു മരത്തിൻ്റെ മുകളിൽ, സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ, അതിന് ഒത്തിരി ചില്ലകളൊക്കെ ഉള്ളതാണ് സിക്കമൂർ മരം എന്ന് പറയുന്നത്. അതിൽ ഒത്തിരി പ്രയാസപ്പെട്ട് മുകളിൽ കയറിയിരുന്നു. യേശു കടന്നു പോവുകയാണ്. തൻ്റെ ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്തു, ഒന്ന് കണ്ടാൽ മതി. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ഭാഗമാണ്. യേശു ജനക്കൂട്ടത്തിലൂടെയാണ് കടന്നു വരിക. അനേകരുണ്ട് ചുറ്റും, വഴിയരികിലൊക്കെ നിന്നിരുന്നു. പക്ഷേ ഈ സിക്കമൂർ മരത്തിൻ്റെ അരികിലെത്തിയപ്പോൾ പ്രത്യേകത, യേശു നിൽക്കുന്നു,
മുകളിലേക്ക് നോക്കുന്നു. അതും എടാ മോനെ ഇറങ്ങി വാ എന്നൊന്നല്ല പറയുന്നത്, സഖ്യവൂസേ വേഗം ഇറങ്ങി വരിക, പേര് ചൊല്ലി തിടുക്കത്തിൽ നീ വരിക എന്ന് പറയുകയാണ്. ശ്രേഷ്ഠരെ, നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുള്ള നിന്റെ പേര് എൻ്റെ ഉള്ളംകഴിയിൽ എഴുതിയിരിക്കുന്നു, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്. ആ വചനത്തിൻ്റെയൊക്കെ വലിയ ഒരു സത്യം നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. എന്നെ അറിയുന്നവനാണ്, ഞാൻ പാപിയാണ്, ധനികനാണ്, ഞാൻ മറ്റുള്ളവർ നല്ല പേരിലല്ല വിളിക്കുന്നത്. പക്ഷെ യേശു വിളിക്കുന്നത് എൻ്റെ പേര് ചൊല്ലിയിട്ടാണ് വിളിക്കുന്നത്. സഖ്യവൂസ് എന്നാണ്. ധനികനെന്നോ ചുങ്കക്കാരനെന്നോ പാപിയെന്നോ എന്നുള്ളൊരു വാക്കൊന്നുമല്ല, മറ്റുള്ളവർ വിളിക്കുന്ന വാക്കല്ല യേശു ഉപയോഗിച്ചത്. എനിക്ക് ദൈവം നൽകിയ ആ പേരാണ് സഖ്യവൂസ്. താഴെ ഇറങ്ങി വരിക. സഖ്യവൂസ് താഴെ ഇറങ്ങി വരുന്നു. അത് ആ പേര് കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളെ സ്നേഹത്തോടുകൂടി ഒരു വ്യക്തി പേര് ചൊല്ലി വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അലിന്നു പോവും, ഓടിയെത്തുന്നു. അപ്പോൾ തന്നെ യേശുവിൻ്റെ സ്നേഹവും കാരുണ്യദ്രയും അനുഭവിക്കുകയാണ്. അവിടുന്ന് സഖ്യവൂസ് യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക്, തനിക്ക് ജസ്റ്റ് കണ്ടാൽ മാത്രം പോരാ, എൻ്റെ ഭവനത്തിലും കൂടി വരണം എന്നുള്ള ആഗ്രഹം സഖ്യവൂസിൻ്റെ മനസ്സിൽ രൂപപ്പെടുകയാണ്. അത് തിരിച്ചറിഞ്ഞ യേശു, ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു പറയുന്നു. അവിടേക്ക് കടന്നു ചെല്ലുന്നു, നല്ലൊരു വിരുന്നൊരുക്കുന്നു. പിന്നെ വീണ്ടും മാനസാന്തരത്തിൻ്റെ വലിയ ഒരു ചലനം സഖ്യവൂസിൻ്റെ ഭവനത്തിലുണ്ടാവുകയാണ്. കാരണം യേശു എന്ന വലിയ നിധിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ താൻ നേടിയ നല്ല രീതിയിലല്ലാതെയും ഒരുപക്ഷെ തെറ്റായ രീതിയിലൂടെ സമ്പാദിച്ച സമ്പത്തെല്ലാം എനിക്ക് വേണ്ട, യേശു എന്ന ധനം എനിക്ക് കൂടുതലായി ലഭിച്ചു എന്നുള്ള ബോധ്യത്തോടു കൂടി മറ്റുള്ളതിനെല്ലാം അതിനെ വഞ്ചിച്ചോ തട്ടിച്ചോ ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് 4 ഇരട്ടിയായി കൊടുക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. യേശു എന്ന വലിയ സമ്പത്ത്, യേശു എന്ന വലിയ ധനം എനിക്ക് മതി, ബാക്കിയെല്ലാം എനിക്ക് സന്തോഷം നൽകിയില്ല, സമാധാനം നൽകിയില്ല. ഇത് നേടാൻ വേണ്ടി ഞാൻ ഒത്തിരി പരിശ്രമിച്ചു. മറിച്ച് വളരെ എളുപ്പത്തിൽ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നപ്പോൾ വെറും സഖ്യവൂസായി എന്നെ രക്ഷ പ്രാപിക്കുന്ന സഖ്യവൂസിലേക്ക് നയിക്കുകയാണ് യേശു. സഖ്യവൂസിൻ്റെ ഈ മനോഭാവം കണ്ടിട്ട് പറയുകയാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, മനസ്സിൽ തുടങ്ങിയ ചെറിയൊരു ആഗ്രഹം, യേശുവിനെ കാണണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം. യേശു കാണുന്നു, പേര് ചൊല്ലി വിളിക്കുന്നു, ഭവനത്തിലേക്ക് വരുന്നു, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, രക്ഷ പ്രാപിച്ച സഖ്യവൂസായി മാറുന്നു. സ്നേഹമുള്ളവരെ, നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ നൽകുന്ന പ്രചോദനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇന്ന് നമ്മളും രക്ഷ പ്രാപിക്കുന്നവരായിരിക്കണം. വെറും വ്യക്തി എന്നുള്ള രീതിയിലല്ല, യേശു നൽകുന്ന രക്ഷ. അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന കൂദാശകളാണ്. വിശുദ്ധ കുർബാനയിൽ കടന്നു വരുമ്പോൾ കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ എന്ന് നമ്മൾ ചെയ്തു പോയ തെറ്റുകളെയും കുറവുകളെയും ഓർത്ത് നമ്മൾ അനുദപിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അനുദപിച്ച് കർത്താവിൻ്റെ കാരുണ്യവും കേണപേക്ഷ ഈശോയുടെ തിരുശരക്തങ്ങൾ സ്വീകരിച്ചുമ്പോൾ ഈശോ നമ്മളിൽ വസിക്കുകയാണ്. അവിടെ യേശുവിന് പ്രാധാന്യം കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം വിലയില്ലാത്തതായി മാറുകയാണ്. നമ്മളും രക്ഷ പ്രാപിക്കുന്നവരാണ്. നമ്മൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീണ്ടും നമ്മൾ രക്ഷ പ്രാപിച്ച വ്യക്തികളായിട്ടാണ് കടന്നു ചെല്ലുന്നത്. നല്ലൊരു കുമ്പസാരത്തിലൂടെ ഈ രക്ഷ നേടുവാനായിട്ട് സാധിക്കും. നല്ലൊരു ക്ഷമയിലൂടെ ആരെങ്കിലോട് പൊറുക്കാനുണ്ടെങ്കിൽ ആ ക്ഷമയിലൂടെ നമുക്ക് ഈ രക്ഷ അനുഭവിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിലൂടെയും കാരുണ്യം കാണിക്കുന്നതിനും രക്ഷ പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ യേശു നൽകുന്ന ദാനമായ ഈ സമാധാനവും സന്തോഷവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. ദൈവം നമ്മുടെ കുടുംബത്തിനും വാഗ്ദാനം ചെയ്യുന്ന രക്ഷ സ്വീകരിക്കാൻ സാധിക്കട്ടെ. ഇന്ന് നിന്റെ ഭവനത്തിനും രക്ഷ ലഭിച്ചിരിക്കുന്നു.